ആകാശം നിറയെ പറവകൾ പറന്ന് പറന്ന് താഴേക്ക് കുതിക്കുകയാണ്. തങ്ങളെ ആരോ വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായ പോലെ. കൂട്ടത്തിൽ താഴെ നിന്നും ഒരു പ്രത്യേക തരം ചൂളം വിളിയും കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നാട് രാമനാട്ടുകരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നാടായ കോഴിക്കോടിൻ്റെ ഹൃദയമായ ബീച്ചിൽ ഇന്ന് ഞായറാഴ്ച എത്തിയപ്പോഴാണ് ഈ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത്. ബീച്ചിലെ പരുന്തുകൾക്കും പറവകൾക്കും തെരുവ് നായകൾക്കുമൊക്കെ 3 നേരം ഭക്ഷണം നൽകുന്ന ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള അസീസ്കയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. തൻ്റെ 10ാം വയസ്സ് മുതൽ തന്നെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഈ സൽപ്രവൃത്തി ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. അതായത് ഏകദേശം 35 വർഷത്തിന് മുകളിലായി ഇദ്ദേഹം ഈ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. തൻ്റെ സൈക്കിളിൽ പറവകൾക്കുള്ള ഭക്ഷണവുമായി എത്തുന്ന അസീസ്ക പ്രത്യേക തരം ചൂളം വിളിച്ച് പരുന്തുകളെയും കാക്കകളെയും ഒക്കെ വിളിച്ച് ഭക്ഷണം നൽകുകയാണ്. എല്ലാ ജീവികളും ദൈവ സൃഷ്ടികളാണ്. അവർക്ക് ഭക്ഷണം നൽകാൻ നമ്മൾ മനുഷ്യർ ബാധ്യസ്ഥരാണ് എന്നാണ് അസീസ്ക പറയുന്നത്. പ്രകൃതിയെയും സഹജീവികളെയും ഒക്കെ സ്നേഹിക്കുന്ന അസീസ്ക വേറിട്ടൊരു മനസ്സിന്റെ ഉടമ കൂടിയാണ്. സ്വന്തം കാര്യം പോലും നോക്കാൻ പറ്റാതെ ഓടിപ്പായുന്ന ആധുനിക മനുഷ്യർക്ക് അസീസ്ക ഒരു പാഠമാണ്. വേണമെങ്കിൽ സമയമുണ്ടാക്കി തങ്ങളുടെ സഹജീവികളെ എങ്ങനെ സ്നേഹിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള ചൂളം വിളി കേട്ട് 100 കണക്കിന് പറവകളാണ് താഴെ വന്ന് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം വാങ്ങി പറക്കുന്നത്. ഇത് കാണാൻ ധാരാളം ആളുകളും കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ യജമാനൻ സ്നേഹത്തോടെ നൽകുന്ന ഭക്ഷണം വാങ്ങി അച്ചടക്കത്തോടെ കഴിച്ച ശേഷം അസീസ്കയ്ക്ക് അരികിലായി പറക്കുന്ന പറവകളുടെ കാഴ്ച ഒന്ന് വേറിട്ടത് തന്നെയായിരുന്നു. തന്നെ തേടിയെത്തുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ കരുതുമെങ്കിലും അസീസ്കയ്ക്ക് അങ്ങനെയല്ല. വന്നവർക്കും നിന്നവർക്കും പോയവർക്കുമെല്ലാം വയറ് നിറയെ ഭക്ഷണം നൽകി മറ്റൊരു ചൂളം വിളിയിലൂടെ അവരെ യാത്രയാക്കി സൈക്കിളുമായി യാത്ര തിരിക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഇന്ന് ആദ്യമായാണ്. കാരുണ്യത്തിൻ്റെ ഈ കരങ്ങൾക്ക് ദൈവം കൂടുതൽ ശക്തി പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.